അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫിസിക്സിൽ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എന്നുള്ള സംഭവമാണ്. കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ റിജിഡ് ബോഡി വേണം. അതാണ് ഞാൻ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആഡ് ചെയ്തപ്പോൾ ഈ റിജിഡ് ബോഡിയും വന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഗെയിമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫിസിക്സ് ബേസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഗെയിമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഫോഴ്സ് ആഡ് ചെയ്യും സ്ക്രിപ്റ്റിൽ കൂടെ. പക്ഷേ നമുക്ക് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാണ്ട് തന്നെ ഫോഴ്സ്, റിലേറ്റീവ് ഫോഴ്സ്, ടോർക്ക് എന്ന് വെച്ചാൽ റൊട്ടേഷൻ വെച്ചാൽ റൗണ്ടായിട്ടുള്ള, അതായത് കറങ്ങണ രീതിയിലുള്ളൊരു ഫോഴ്സ് കൊടുക്കാൻ, അതുപോലെ റിലേറ്റീവ് ടോർക്ക്, അതൊക്കെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. നമുക്കതിനൊരു മെഷ് ഫിൽറ്റർ, ഒരു ക്യൂബും ഒരു മെഷ് അണ്ടറും കൊടുക്കാം, ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മെഷ് അണ്ടറിനൊരു മെറ്റീരിയൽ വേണം, റെഡ് കൊടുക്കാം. ഇതിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലെയിൻ കൊടുക്കാം. പ്ലെയിനെത്തി ഒന്ന് വലുതാക്കാം. ഇനി നമുക്ക് ഫോഴ്സ് എക്സ് എവിടെയാണ്, സെഡിൽ കൊടുക്കാം. സെഡിൽ ഇപ്പോൾ ഒരു 11 കൊടുത്തെന്ന് വിചാരിക്കുക. എന്നിട്ട് പ്ലേ കൊടുക്കുകയാണെങ്കിൽ റിജിഡ് ബോഡി. നമുക്കൊരു കൊളൈഡറും വേണം. ഈ ഓരോ കമ്പോണൻറ്റും ഇതിനു മുമ്പുള്ള ഓരോ വീഡിയോസിൽ കാണിച്ചതാണ്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം, കുറച്ചും കൂടിയും എളുപ്പത്തിൽ മനസ്സിലാവും. പ്ലേ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ക്യൂബ് മൂവ് ചെയ്യുന്നത് കണ്ട, ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിനൊരു ഫോഴ്സ് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ കൊടുത്ത കമ്പോണൻറ്റിലൊന്നിലും ഒരു ഫോഴ്സ് കൊടുക്കുന്ന കമ്പോണൻറ്റിൽ ഒരു സ്ക്രിപ്റ്റ് ഇല്ല, പകരം ഈ കോൺസ്റ്റൻ്റ് ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് മൂവ് ചെയ്തത്. അപ്പോൾ അതാണ് ഈ കമ്പോണൻറ്റ് കൊണ്ടുള്ള യൂസ്.